ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെപ്പറ്റി പറയണമെങ്കിൽ കുറച്ച് പിറകിലോട്ട് ഉള്ള കാര്യങ്ങൾ പറയണം. എന്ന് വെച്ചാൽ ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഞങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ചെയ്യാൻ അറിയാമെന്നുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ PPT ആ സാധനങ്ങൾ ചെയ്യുക, PPT പ്രസൻറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എക്സലിൽ എന്തെങ്കിലും ചെയ്യുക, വേർഡിൽ എന്തെങ്കിലും ചെയ്യുക, അതല്ലെങ്കിൽ ഗെയിം കളിക്കുക, പിന്നെ സിനിമ കാണുക, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളൂ. ഇതല്ലാതെ വേറൊരു സംഭവം ചെയ്യായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ ഈ ഫോട്ടോഷോപ്പ് അതിൻ്റെ വിദഗ്ധരായിരുന്നു ഞങ്ങൾ. അതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം അന്ന് ഞങ്ങൾക്ക് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമെന്നുള്ളത്, ഇപ്പം ഏതെങ്കിലും ഒരു സീനറി അതിൻ്റെ ഒരു ഇമേജ് എടുത്ത് വയ്ക്കും, അതിനകത്ത് ഏതെങ്കിലും ഒരു നായകനോ എക്സാമ്പിൾ നമ്മുടെ സൂര്യ എടുത്ത് ഏതെങ്കിലും ഒരു സീനറി, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിർത്തുക, അങ്ങനത്തെയുള്ള ഫോട്ടോഷോപ്പ് സംഭവങ്ങളായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്ന് നോക്കാം. ഓക്കെ. അപ്പം അന്നക്കാലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി എന്ന് പറയുന്നത് അസിനായിരുന്നു. അപ്പം കൂടുതൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അസിനെയാണ് ഞാൻ ഓരോ ഇടത്തും ഇങ്ങനെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ആ ഒരു സീരീസ് ഓഫ് ഫോട്ടോസ് എല്ലാം അങ്ങനത്തെ ഒരു സംഭവമാണ്. അസിൻ അരളിപ്പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പോലത്തെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാതിരിക്കും. അപ്പോൾ അടുത്തതും അസിനായിരുന്നു അന്നത്തെ ആ ഒരു സമയത്ത്. ഇവരുടെയൊക്കെ ഏറ്റവും നല്ല പിക്ചർ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു മറ്റേ പൂവോ കായോ ഒക്കെ നിൽക്കുന്നിടത്ത് കൊണ്ടുപോയി ഇങ്ങനെ നിർത്തും. അതായിരുന്നു എൻ്റെ ഒരു ഇഷ്ടം. ഞാൻ ഇതിന്റെ സ്മഡ്ജൊക്കെ ചെയ്ത് വെച്ചേക്കില്ല ഇതിന്റെ ഇടയ്ക്ക്. അതായത് നോക്ക്, ഇത് നമ്മളെല്ലാവരും 5 കസിൻസ് നെല്ലി ആരാണത്. ഇതില് ഞങ്ങൾ 5 പേരുമാണ് ഉള്ളത്, ഞാനും എൻ്റെ സഹോദരങ്ങളും. അപ്പം ഞങ്ങൾ 4 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും ഉണ്ണി സെപ്പറേറ്റ് നിൽക്കുന്നത്. അപ്പൊ ഉണ്ണിയെ കൊണ്ടുവന്ന് വെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതാണ്. എല്ലാം പലതും എല്ലാവരും ഉണ്ട്. ഇതൊന്നുമില്ല, ഇതൊക്കെ നമ്മളെ കഴിവല്ലേ, നമ്മളെ ക്രിയേറ്റിവിറ്റി അല്ലേ. അസിനോടെ വെള്ളത്തിനോടെ ഫോൺ ചെയ്യും. ഏത് പാറപ്പുറത്ത് വെള്ളത്തിലാണ് ഇരിക്കുന്നത് പോലും. സോറി, അന്ന് എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടന് സൂര്യ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിന്റെ പേരെന്താണ് സിനിമ പേര്? അയൻ സിനിമ ഇറങ്ങിയത്. സൂര്യാണ് ഈ കിടക്കുന്നത്, പക്ഷെ മുഖം എന്റെ ചേട്ടൻ്റെതാണ്. ചേട്ടനെ നോക്കുന്ന തമന്ന. ഇത് എന്റെ അനിയനാണ്. എപ്പോഴും കാണുന്ന ഒരു കാർട്ടൂണാണ്. അതായത് എന്റെ കൂടുതൽ കാണുന്നത് എന്റെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. ഇതെന്തോ വനിതയുടെ എന്തോ ഫോട്ടോയാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? എഡിറ്റിംഗ് മാർവൽ കിടില്ല. എനിക്ക് കുറെ അപ്രീസിയേഷൻ കിട്ടിയായിരുന്നു എൻ്റെ വീട്ടുകാരിൽ. ഓ മിടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കാണണ്ട, എന്നാലും സംഭവം പക്കല്ലേ? ഇല്ലേ എന്റെ ഇത് സൂര്യയാണ്. പക്ഷെ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് സൂര്യ മറ്റേ ഈ സിനിമയാണെന്ന് തോന്നുന്നു, അതല്ല ആ പാട്ടുണ്ടല്ലോ ന്യൂയോർക്ക്. ആ പാട്ടില് സൂര്യ ഇങ്ങനെ നടന്നു വരുന്നതാണ്. അപ്പം അതില് ചേട്ടൻ്റെ ഇതൊക്കെ എഴുതിയത്. ഇതെല്ലാം എനിക്ക് എന്നെ പൊക്കം വേറെ ആരാണ്, ഞാനാണ് ഇതെല്ലാം ചെയ്തത്. ഇതും ഞാൻ തന്നെ. ഇത് പക്ഷെ അതത്ര ഫിനിഷിംഗ് ഇല്ല. ചേട്ടൻ്റെ തലയിൽ ഇവിടെ നിന്നിട്ട് കഴുത്തിന്റെ ഇവിടെ ത്രികോണ നമുക്ക് അത് കഴുത്ത് അതെനിക്ക് അത്ര. അത് ചിലപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്. ഇതൊക്കെ ഏത് സമയത്തുള്ളത് നോക്കട്ടെ. ഇതൊക്കെ 2010 ചെയ്തത്. 2010, അതായത് ഞാൻ 8ാം ക്ലാസ്. ഇത് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ചെയ്തതാണ് ഇതിൽ കൂടുതൽ. ബാക്കി ചേട്ടനൊക്കെ ചെയ്യണത് അവരെ ഫോട്ടോ, ചേട്ടനൊക്കെ ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് കളർ ഗ്രേഡിങ് ഒക്കെ ചെയ്ത് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കാൻ എനിക്ക് അത്രയ്ക്കൊക്കെ അറിയായിരുന്നല്ലോ എന്നുള്ളതാണ്. ഇത് പക്ഷെ പെർഫെക്റ്റ് അല്ലേ, സൂപ്പർ അല്ലേ ഇത്. അവ അന്ന് ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. അടുത്ത പൊടിക്കുക, ഇതെല്ലാം ചെവിയ. അപ്പൊ ഇതും ചെവിയ. ഓക്കെ. സൂര്യ എവിടെയോ നിന്ന് ചാടുന്നു. അത് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി ഞാൻ അവിടെ നിന്ന് ചാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വെച്ചതാണ് ഈ ഫോട്ടോ. ചേട്ടാ ഇത് പൃഥ്വിരാജാണ്. ഏത് സിനിമയിൽ ഞാൻ മറന്നുപോയി. പക്ഷെ പൃഥ്വിരാജിന്റെ ഫോട്ടോ മനോരമയെന്ന് കിട്ടിയത്. സൂര്യ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യൻ കാർത്തിക് രണ്ടുപേരും, 2 സൂര്യകാന്തി പൂര്, 2 പേരും തല മാത്രം. അവരുടെ കൊച്ചിലത്തെ ഫോട്ടോ. കുഞ്ഞു കുട്ടി ഇത് ഞാൻ ചെയ്തതല്ലേ. പക്ഷെ ഇത് കൊള്ളാം. ചേട്ടൻ അത്ര കറക്റ്റ്
കറക്റ്റ് അല്ലെങ്കിലും അമ്പാടി കറക്റ്റാണ് ഇങ്ങനെ ഇരുന്ന് നോക്കണം. കറക്റ്റ് മിക്കവാറും ഏതെങ്കിലും വെക്കേഷൻ സമയത്ത് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും സമയം കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പം കൊള്ളാം എന്തായാലും. ഇതാരുടെ ഇതാരായിരുന്നു? സൂര്യ എന്നായിരുന്നു? ചിലതിൽ നോക്കുമ്പോഴത്തേക്ക് ആ കഴുത്തിന്റെ ഭാഗത്തുണ്ടല്ലോ അത് സ്മഡ്ജ് ചെയ്ത് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടേ. ചിലതിൽ മാത്രം ഇങ്ങനെ വെട്ടിയെടുത്തതായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇത് കുറച്ച് സ്മൂത്താണ്. ഭയങ്കര ഇതല്ലെങ്കിൽ കൊച്ചു 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചൊക്കെ ഇതൊക്കെ ചെയ്താൽ മതി. ഇത് മാത്രമേ അറിയാവൂ, വെട്ടുക, കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക, അത്ര മാത്രമേ അറിയാവൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം 2010-11 ആ ഒരു സമയത്താണ്. അതായത് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ചെയ്തതാണ്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.